ഇന്റലക്ച്വൽ പാർട്ട്. ആ ഇന്റലക്ച്വൽ പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലിംഗ്വിസ്റ്റിക് എബിലിറ്റിയാണ്, ഭാഷാ നൈപുണ്യം. എന്താ ഭാഷാ നൈപുണ്യം? നന്നായിട്ട് ഭാഷ പഠിക്കുക. അതാ ഞാൻ നേരത്തെ ഭാഷ വെച്ച് തുടങ്ങിയത്. ഈ ഭാഷ എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട, ടീച്ചേഴ്സ് ക്ഷമിക്കണം കേട്ടോ, പഠിപ്പിക്കേണ്ട രീതിയിലല്ല നമ്മൾ പഠിക്കുന്നത്. ഭാഷ പഠിക്കേണ്ട രീതി ഏതാ? ഒന്ന് ഇന്ററാക്റ്റീവ് ആവടോ, ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടതില്ല. LSRW, അതാണ് ലിംഗ്വിസ്റ്റിക് എബിലിറ്റിക്ക് വേണ്ട സ്കില്ല്. LSRW എന്താ? അത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ മെത്തേഡിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് പഠിച്ചു നോക്ക്, പെട്ടെന്ന് ഇംഗ്ലീഷ് നമുക്ക് വഴങ്ങും. ആദ്യം ലിസണിങ്, ഒരുപാട് കേൾക്കണം. കേട്ട് കേട്ട് അതിൻ്റെ ഒരു അഡിക്ഷൻ വരാണ്ട് നമുക്ക്. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കിംഗ് അറിയാതെ നമ്മൾ പറഞ്ഞു. പിന്നെയാണ് റീഡിങ്, വായന മൂന്നാമത്തതാണ്. റൈറ്റിംഗ് ലാസ്റ്റ് ആണ്. ഇതാണ് അതിന്റെ പാറ്റേൺ. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതാണ് നോം ചോംസ്കി പറയുന്നത്. നോം ചോംസ്കിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഷാശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറയുന്നത്, ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഒരിക്കലും ഗ്രാമർ പഠിക്കരുതെന്നാണ്. ഭാഷ പഠിക്കുന്നതിന് മുമ്പേ ഗ്രാമർ പഠിക്കരുത്. എന്താ ഭാഷ പഠിച്ചാലുള്ള പ്രശ്നം? ഇപ്പോൾ അതെവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇന്ന വാഹവാത്തുഹ കാന വാഹവാത്തുഹ മെനക്കെട്ട് നമ്മൾ പഠിച്ചതാണ്. കാന സ്വാറ അസ്ബഹ അംസ അൽഹ അല്ല ബാത്ത മാസാര മാബരിഹ മാംഫക മാദ മലൈസ. ഈ സാധനം വെച്ചിട്ട് ഇന്നേ വരെ ഒരു സാധനം ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടോ ഉസ്താദിന് ഓർമ്മയുണ്ടോ? ഇല്ല. കാന വാഹവാത്തുഹ നമ്മൾ പറയുന്നത് അല്ലേ ഉസ്താദെ? ഇന്ന അന്ന കന്ന ലാക്കിന്ന ലൈത്തല, അത് കുറച്ചും കൂടി ഒരു ഉപകാരമുണ്ട്. അപ്പൊ ഗ്രാമർ എന്ന് പറഞ്ഞാൽ അടർത്തിയെടുത്ത ചില സാധനങ്ങളാണ്. കർമ്മണി പ്രയോഗവും കർത്തരി പ്രയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. മലയാളത്തിന്റെ ഗ്രാമറാ കർമ്മണിയും കർത്തരിയും, വൃത്തവും ഇതിവൃത്തവും, ഘടം. എന്താ അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ മലയാളം പറഞ്ഞേ? അല്ല. അപ്പൊ ഭാഷ പറയാൻ ഗ്രാമർ കോൺഷ്യസ് വേണം. ഗ്രാമറിന്റെ ഇൻഡെപ്ത് സാധനമൊന്നും വേണ്ട. ആദ്യമേ പറഞ്ഞിട്ട് അതിൽ ഗ്രാമർ എങ്ങനെ വരുന്നു എന്ന് പഠിച്ചാൽ മതി. അല്ലാതെ ഗ്രാമർ പഠിച്ചിട്ട് ആ സാധനത്തിന് വരുത്തിക്കൽ കുറച്ച് പ്രയാസമാണ്. ഇപ്പൊ മലയാളം പറഞ്ഞിട്ട് അതിൽ കർമ്മണി എന്താണ്, കർത്തരി എന്താണ് എന്നൊക്കെ പറയാം. അല്ലാതെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇവിടെ പോയി നോക്കിയാട്ടെ, നിങ്ങളുടെ തിരുവനന്തപുരത്തെ കോവളം അവിടെ കടല വെക്കുന്ന പയ്യന്മാർ നിങ്ങളെക്കാൾ സുന്ദരമായി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അവർക്ക് ഗ്രാമർ ഒന്നും അറിയില്ല. പറഞ്ഞത് കയറി പിന്നെ ഗ്രാമറിലേക്ക് വരണം. ഗ്രാമർ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ക്ഷമിക്കണം കേട്ടോ, കാരണം നമ്മുടെ ഒരു മെത്തേഡ് അതായത് കൊണ്ടാണ്. ആദ്യം ഇപ്പം നമ്മൾ മലയാളം എങ്ങനെ പഠിച്ചേ? മലയാളം ആദ്യം നമ്മൾ കുറെ കേട്ടു. ഉമ്മച്ചിയുടെ അടുത്ത് നിന്ന് കേട്ടു, വാപ്പച്ചിയുടെ അടുത്ത് നിന്ന് കേട്ടു, അച്ഛൻ്റെ അടുത്ത് നിന്ന് കേട്ടു, അമ്മൻ്റെ അടുത്ത് നിന്ന് കേട്ടു. അങ്ങനെ 6 വയസ്സ് വരെ കേട്ടു, പറഞ്ഞു, തിരിച്ചങ്ങനെ പറഞ്ഞു. മലയാളം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മൾ പറ എന്ന അക്ഷരം തന്നെ കണ്ടത്. ആണോ അല്ലേ? നിങ്ങൾ പറ അല്ലേ? 1-ാമത്തെ വയസ്സിൽ അച്ഛൻ ഇരുത്തിയത് പറ പറ തറ തറ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ മലയാളം പഠിച്ചത്? അല്ല. അപ്പൊ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് അവസാനമേ എഴുത്തു വരാൻ പാടുള്ളൂ. ഇതെന്തുകൊണ്ട് അങ്ങനെ വരാൻ സാധിച്ചതെന്നറിയോ? വന്നതെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ബ്രിട്ടീഷുകാർ ഇവിടെ ഇപ്പോൾ ഒരു പിന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം നടന്നിട്ടുള്ള, മൊത്തത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ 26-ാമത്തെ സമരം എന്ന് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിട്ടുള്ള സമരം 26-ാമത്തെ നമ്പറായിട്ടുള്ള സ്ഥലമാണിത്. അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, അന്ന് ബ്രിട്ടീഷുകാർക്ക് ഗുമസ്തന്മാർ ആവശ്യമുണ്ടായിരുന്നു, ഗ്രാമർ തെറ്റാതെ എഴുതുന്ന ആളുകളെ. അതുകൊണ്ട് അവർ തല തിരിച്ചു പഠിപ്പിച്ചു. ആദ്യം തന്നെ എഴുതിപ്പിച്ചു, പിന്നെന്താക്കി? ഗ്രാമർ പഠിപ്പിച്ചു. പറയാൻ നമ്മളെ കൊണ്ട് പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ഇന്നും ആളുകൾക്ക് പറയാൻ പേടിയാണ്. കാരണം പറഞ്ഞാൽ അവരോട് മുട്ടുമെന്നായി, അവരോട് സംസാരിക്കുമെന്നായി. ആ സംസാരം അവർക്ക് പേടിയായി. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ചരിത്രത്തിന്റെ ഒറ്റ ഭാഗം പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്, വളരെ ശ്രദ്ധിക്കണേ. നിങ്ങൾ വെറുതെ ഒന്നിങ്ങനെ കണ്ടു നോക്കിയാട്ടെ. നിങ്ങളെപ്പോലൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നു. യത്തീമായി വളർന്ന ഒരു കുട്ടിയാണ്. യത്തീം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇവിടെ യത്തീംഖാന ഉണ്ടല്ലോ. അനാഥനായി വളർന്ന കുട്ടി, ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയും. ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ്. ഇവരെ രണ്ടുപേരെയും പഠിപ്പിക്കുന്നു. അതിൽ മുഹമ്മദ് അലി കുറച്ചും കൂടി കേമനായതുകൊണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ ബ്രിട്ടനിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നു. ഏത് ക്യാമ്പസ് എന്നറിയോ? ഏത് ക്യാമ്പസ്? ഇന്ന് കുട്ടികൾക്കൊക്കെ വിദേശത്തേക്ക് പോകാൻ വലിയ ആഗ്രഹമാണ്. പക്ഷെ എങ്ങോട്ടാ പോണത്? 16 ലക്ഷം റുപ്യക്ക് ഏജൻസികൾക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും തേർഡ് റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക്. അതിലേക്കല്ല നമ്മൾ പോണ്ടേ. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. എല്ലാ ഏജൻസികളോടും മാപ്പ്. നിങ്ങൾ അവർക്ക് പൈസ കൊടുത്തേണ്ട എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്താൽ കണ്ട് കേരളമല്ല. ടെസ്റ്റുകൾ എഴുതിയിട്ട് നിങ്ങളിപ്പോ ആ പോക്കിന് നിങ്ങളുടെ ബുദ്ധിമതി. ഇപ്പൊ അതാ എൻ്റെ മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ അമീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി,
വേണമെങ്കിൽ ലാസ്റ്റ് നമ്പർ തരാം. അമീന എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി സാധാരണ ഒരു ഉസ്താദിന്റെ 4 പെൺമക്കളിൽ ഒരു മോളാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പെൺകുട്ടി ഇതേപോലെ എപ്പോഴോ സ്പീച്ച് കേട്ടു. ഒരു ദിവസം എനിക്കൊണ്ടൊരു മെസ്സേജ് അയക്കുന്നു, ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ആവട്ടെ. അപ്പൊ ആ കുട്ടി പിന്നീട് US-ലെ നമ്മളൊക്കെ പറയുന്ന ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ സീറ്റ് കിട്ടിയിട്ട് പോവാണ്, ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴും അമീന അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മെനക്കെട്ട് പോകണം. അപ്പൊ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിരുന്നിട്ട് കമ്പ്യൂട്ടറിലൂടെ ടെസ്റ്റുകൾ എഴുതിയിട്ട് അതിന്റെ സീറ്റൊക്കെ തരപ്പെടുത്തിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ ക്യാമ്പസ് എന്നറിയപ്പെടുന്ന ക്യാമ്പസിലേക്ക് പോവാണ് അരീക്കോട്ട് എന്നൊരു കുട്ടി. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് എല്ലാം വെക്ക്. ഇവിടെയുള്ള എത്ര കുട്ടികൾക്ക് പറ്റും വീട്ടിലിരുന്നിട്ട് ടെസ്റ്റുകൾ എഴുതിയിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഹാർവാർഡിലും കാംബ്രിഡ്ജിലും പോയി പഠിക്കാൻ, ഓക്സ്ഫോർഡിലും പോയി പഠിക്കാൻ ഒരു നയാ പൈസയുടെ ആവശ്യമില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇതാണ് ഇന്റലക്ച്വൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. നിങ്ങൾ വിദേശത്തേക്ക് പോകുന്നു, തിരുവനന്തപുരത്തെ കുട്ടികൾ, കൊല്ലത്തെ കുട്ടികൾ, മലപ്പുറത്തെ കുട്ടികളൊക്കെ. എന്നിട്ട് ഏതിലേക്ക്? വെയിൽസ് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഞാൻ വെയിൽസ് യൂണിവേഴ്സിറ്റിയെ മോശമാക്കല്ല, എല്ലാവരും പറയുന്ന എന്താണ് ഓക്സ്ഫോർഡ്ഷയർ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ടോപ്പ് റേഞ്ച് യൂണിവേഴ്സിറ്റികളിലേക്കൊന്നും കുട്ടികളില്ല. ആകെ പോകുന്നത് എങ്ങോട്ടാണ്? ഈ സാദാ സീതാ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതിലേക്കാണ് പോകേണ്ടത്? എല്ലാവരും എഴുന്നേറ്റാട്ടെ പ്ലീസ്. ഞാനൊന്നിങ്ങനെ ദൈറ്റ് അങ്ങോട്ട് പോയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഇരുന്നോ. ചിലപ്പോഴൊക്കെ എങ്ങനെയും ക്ലാസ് എടുക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു ക്ഷീണം പറ്റിയ പോലെയൊക്കെ തോന്നി. ഒന്നിനും ആൻസർ കിട്ടാത്തത് കൊണ്ടാണോ അതോ എൻ്റെ ശബ്ദം കൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതവിടെ ശ്രദ്ധിക്കണേ. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളോടും പറയുകയാണ്, നിങ്ങൾ പുറത്തേക്ക് അഥവാ പോവുകയാണെങ്കിൽ എനിക്കറിയാം അങ്ങനെ കുറേ കുട്ടികൾ പോയ കഥകൾ അറിയാം, അവരെ മോട്ടിവേറ്റ് ചെയ്ത കഥകൾ അറിയാം. ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് പല ക്യാമ്പസിലും പോയിട്ടുണ്ട്, ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങളോട്, അവിടെ എത്തൽ ഒന്ന് മെനക്കെട്ടാൽ കുറച്ച് എളുപ്പമാണ്. അവിടെ എത്തൽ. ഞാനും വിദ്യാർത്ഥിയാണ് കേട്ടോ. ഞാനിപ്പോൾ US-ൻ്റെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3.5 വർഷമായി പോസ്റ്റൽ PhD-യിലാണ്, US-ൻ്റെ നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ അവിടെ പോകണമെങ്കിൽ, അപ്പോൾ ഇത് വരുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും, രക്ഷിതാക്കൾക്ക് എന്തിനാ പെൺകുട്ടികളൊക്കെ കണ്ട് അയക്കണേ അത് ഇത് എന്നൊക്കെ തോന്നും. ഈ ലോകത്തിലെ ശ്രദ്ധിക്കണേ, ചില സ്ഥലത്ത് നന്നായിട്ട് മതപരമായ മൂല്യങ്ങൾ കൊടുക്കുന്ന ക്യാമ്പസുകളുണ്ട്. അതിന് പോകാത്ത ആൾക്കാർ പിന്നെ ഏതെങ്കിലും കോലത്തിൽ പോകുന്ന ക്യാമ്പസുകൾ വേറെയുണ്ട്. എന്നാൽ ഈ ലോക പ്രശസ്തമായ ക്യാമ്പസിൽ ഈ പറയുന്ന മോശത്തരത്തിനൊന്നും നേരെയില്ല. മനസ്സിലായോ? അത്ര ഹെവിയാണ് അവരുടെ സിലബസ്, അത്ര ടോപ്പ് റേഞ്ചിലാണ് അവരുടെ യാത്ര. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അത് നിങ്ങൾക്ക് അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ. നമ്മുടെ നാട്ടിൽ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ മഫ്ത ഇടാൻ പറ്റൂലേ? കയ്യിറക്കം കൂടിയാൽ അത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കോപ്പി അടിക്കാൻ വേണ്ടി എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് എന്താക്കുകയാണ്, നമ്മുടെ ഡ്രസ്സ് വരെ അഴിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ പോയി. ഞാനതിനെ കുറ്റപ്പെടുത്തല്ല. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അറിയാത്തത് കൊണ്ടാണ്. അതിനേക്കാൾ വലിയ ടെസ്റ്റ്, നമ്മുടെ നീറ്റിനേക്കാൾ, നമ്മുടെ JEE-യേക്കാൾ ടോപ്പായിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ഈ ലോകത്തിൽ. വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ടെസ്റ്റുകൾ. അതിലെല്ലാവർക്കും നിരന്നിരിക്കാം. അവർക്ക് നെക്കാബ് ഇടാം. നെക്കാബ് എന്ന് പറഞ്ഞത് ആ കുട്ടികളിട്ട സാധനത്തിൽ നെക്കാബ് ഇടുക. കാംബ്രിഡ്ജിലോ ഓക്സ്ഫോർഡിലോ നെക്കാബ് ചർച്ചയല്ല. വേണോ വേണ്ട എന്നുള്ളതൊക്കെ വേറെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അങ്ങനെ പോയാൽ പോലും ഒരിക്കലും കാംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ചർച്ചയാകില്ല. ഏത് കുട്ടികൾക്കും അവരുടേതായ കൾച്ചർ അനുസരിച്ച് വരാം. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതൊക്കെ എന്താവുന്നുള്ളൂ, ചർച്ചയാകുന്നുള്ളൂ. ഹൈലി ഇന്റലക്ച്വലായ ആളുകൾക്ക് അവിടെ വേഷവിധാനങ്ങൾ എന്തുമാക്കാം. അതാണ് സത്യത്തിൽ അവിടെ ഉള്ള ഒരു രീതി. അവിടെ മതങ്ങളെക്കുറിച്ച് ചർച്ചയോ വേറുള്ളതിനെ കുറിച്ച് ചർച്ചയോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ജീവിച്ചു പോവാം. ആ കൾച്ചറാണ് അവിടെ ഉള്ളത്. തന്നെയല്ല, ഇപ്പം IIT-യിൽ ഒരിക്കൽ ചെന്നൈ IIT-യിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോട് വെറുതെ ചോദിച്ചു, ഇവിടെ പ്രണയം ഉണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടികൾ എന്നോട് പറയാം അതിനൊക്കെ ഇവിടെ വിടാൻ നേരം. ദാറ്റ് ഈസ് IIT. അവിടുത്തെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ പ്രണയിക്കാൻ നിന്നാലൊന്നും പറ്റൂല. അതുകൊണ്ടാണ്. അപ്പൊ സീരിയസ് സ്റ്റുഡൻസ് എപ്പോഴും എന്തായിരിക്കും, വളരെ ലെജൻഡായിരിക്കും, ഇതിഹാസ തുല്യമായിരിക്കും അവരുടെ ലൈഫ്. അവിടെ ടോട്ടൽ യാത്ര അങ്ങനെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ അതിനേക്കാൾ റേഞ്ച് കുറയുമ്പോൾ, നിങ്ങൾ കുറഞ്ഞു എന്നല്ല പറഞ്ഞ, കുറയുമ്പോൾ നമ്മുടെ ട്രാക്ക് തെറ്റിപ്പോവും. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബൈക്കിൽ നിന്നുകൊണ്ട് ഹായ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി വന്നാൽ ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞു കേട്ടോ, എനിക്ക് ഇവിടുന്ന് പോകണ ആകെ ഒറ്റ ഡോറേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെപ്പോലെയുള്ള കുട്ടികൾ അതിലേക്ക് അധപ്പതിക്കരുത്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. നിങ്ങൾ വിചാരിക്കേണ്ട
ലോകത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ സമ്പത്താണ് വേണ്ടത്. സമ്പത്തല്ല വേണ്ടത്. എന്താ വേണ്ടത്? ബുദ്ധിയാ വേണ്ടത്. ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നീറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങളതൊക്കെ കഴിഞ്ഞു പോകുന്നു. നീറ്റ് കിട്ടിയ ഒരു കുട്ടിക്ക് KMCTയിലോ അല്ലെങ്കിൽ നമ്മളെ MESലോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കിട്ടി, എത്ര ക്യാഷ് വരും എന്നറിയോ? MBBS കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എത്രയാകും? ഏകദേശം 50 ലക്ഷം രൂപ. നീറ്റ് കിട്ടിയ കുട്ടികൾക്ക് പോലും അത്തരം മെഡിക്കൽ കോളേജിൽ കിട്ടുമ്പോൾ എത്ര വരും? പറഞ്ഞാട്ടെ, 50 ലക്ഷം രൂപ വരും. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപ വീതം ചെലവാക്കണം നീറ്റ് കിട്ടിയവർക്ക് വരെ. എവിടെ? KMCTയിലും MESലൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞ മാനേജ്മെന്റ് ലെവലിലുള്ള മെഡിക്കൽ കോളേജിൽ. എന്നാൽ അതേ ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലോ കിട്ടിയെന്ന് വെക്കുക. ഒരു കുട്ടിക്ക് കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ചപ്പോഴാണല്ലോ അങ്ങോട്ട് എത്തുക. ആ കുട്ടികൾ എത്ര അടക്കേണ്ട ഫീസ്? 30,000 രൂപ. 1.5 ലക്ഷം രൂപ കൊണ്ട് ടോട്ടൽ എന്ത് ചെയ്യാം? MBBS കഴിഞ്ഞ് പുറത്തിറങ്ങാം. അതേ കുട്ടി ഒന്നും കൂടി റേഞ്ച് കൂടി എയിംസിലെത്തിയെന്ന് വിചാരിക്കും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. എത്ര ഫീസ് എന്നറിയോ? 1,500 രൂപ. 7,500 രൂപക്ക് ടോട്ടൽ MBBS കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം. ഇതാ തമ്മിൽ വ്യത്യാസം. ഇനി നിങ്ങൾ പറ, സമ്പത്താണോ വലുത് അതോ തലയാണോ വലുത് എന്നുള്ളത്? നിങ്ങൾ പറ. നമ്മുടെ ബുദ്ധിയാണ്. നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ബുദ്ധിയെ വികസിപ്പിക്കാനുള്ള ഏറ്റവും അപാരമായ ബുദ്ധി പടച്ച തമ്പുരാൻ നമുക്കൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ പിന്നെ ഇവരുടെ ഒരു ബുക്കുണ്ട്, അതൊന്ന് വായിക്കണം നിങ്ങൾ. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ്. കമ്പ്യൂട്ടർ ലേഡി എന്നറിയപ്പെടുന്ന ആര്? ശകുന്തളാദേവി. അവരെഴുതിയൊരു പുസ്തകമുണ്ട് ബ്രെയിനിനെ കുറിച്ചിട്ട്. കാരണം കമ്പ്യൂട്ടറിനേക്കാൾ അപാരമാണ് എന്ത്? മനുഷ്യന്റെ ബ്രെയിൻ. ഓരോ കോമൺ ആളുകളുടെയും ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ആംസ് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ബ്രെയിൻ എടുത്ത് പരിശോധിച്ചു. വളരെ ശ്രദ്ധിക്കണേ, ഒരു പഠനമാണ്, സൈക്കോളജി ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആംസ് ഐൻസ്റ്റീൻ ബ്രെയിൻ എടുത്ത് പരിശോധിച്ചു. കാരണം ദ ബ്രെയിൻ ഓഫ് 20th സെഞ്ചുറി, 20ാം നൂറ്റാണ്ടിന്റെ തലച്ചോറ് എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയാം. 20ാം നൂറ്റാണ്ടിൽ അത്ര തലയുള്ള ഒരാൾ വന്നിട്ടില്ല. ദാറ്റ് ഈസ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറ് എടുത്ത് പരിശോധിക്കാൻ പുറത്തെടുത്ത് പരിശോധിച്ചു. നല്ല ടെക്നിക്കൽ സ്റ്റഡീസ് നടത്തി. ആ സ്റ്റഡീസിൽ സാധാരണ ഒരു മനുഷ്യന്റെ, ഒരു കോമൺ മാന്റെയും ആൽബർട്ട് ഐൻസ്റ്റീന്റെയും ബ്രെയിൻ ഈക്വലാണ് വെയിറ്റിൽ. കനമെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്, സെല്ലുകൾ ഒരുപോലെയാണ്. പക്ഷേ ഉപയോഗത്തിലായിരുന്നു മാറ്റമെന്ന് പഠനമുണ്ടായി. അപ്പൊ എന്താണ്ടായേ? അവിടെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനവും അറ്റൻഷൻ എന്ന് പറയുന്ന സാധനവും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്നൊരു ഒരു പിടി മണ്ണെടുത്തിട്ട് നേരെ വിദ്യാർത്ഥിയും എന്നാണ് ഇപ്പൊ എന്നെ തന്നെ എറിഞ്ഞു എന്ന് വിചാരിക്കും. അത് അവിടെ കൊടുത്തിട്ടാണ് സുലൈമാൻ മേൽപ്പത്തൂർ. എന്റെ ഫോട്ടോയിലേക്ക് നിങ്ങൾ എറിഞ്ഞു, പിന്നെ വേറെലേക്ക് എറിയണ്ടല്ലോ. എന്റെ ഫോട്ടോയിലേക്ക് എറിഞ്ഞ എന്ത് സംഭവിക്കും? ഒരു പിടി മണ്ണ് ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞാൽ ഒന്നുപോലും അവിടെ കൊള്ളില്ല. അത് ധൂളിയായിട്ട് പറക്കും. ആണോ അല്ലേ? സ്കാറ്റേഡ് ആയിട്ട് പോകും. പക്ഷെ അതേ സാധനത്തെ ഒന്നും കൂടി നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് കുഴച്ച് നനച്ചാൽ, കൃത്യമായി ഉന്നം നോക്കിയാൽ എല്ലാം അവിടെ പതിക്കും. ആ നനവിന്റെ പേരാണ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ ബുദ്ധി ടോട്ടാലിറ്റിയായി മാറുന്നത്. അപ്പോഴാണ് ബ്രോഡനിങ് ആയി മാറുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. കുറെ അനൂപിന് കൊടുക്കണം, കുറെ സ്വരൂപിന് കൊടുക്കണം, കുറെ അനുമാനം കൊടുക്കണം. ഇങ്ങനെ കുറെ ആൾക്കാർ, ഞാൻ അനുമാൻ എന്ന് പറഞ്ഞത് മറ്റേ മനുഷ്യകുലത്തിൽപ്പെട്ടതാണല്ലോ, ദൈവത്തെ പറ്റി പറഞ്ഞതല്ല. ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മളെ കൂട്ടുകാർക്ക് അവർക്ക് കൊടുക്കുന്നു, ഇവർക്ക് കൊടുക്കുന്നു, അവരുടെ ഇമോഷൻ ഇവരുടെ ഇമോഷൻ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അറ്റൻഷൻ എന്നത് അത് ഒരുപാട് മേഖലയിലേക്ക് കൊടുക്കലാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തേക്ക് മാത്രം കൊടുക്കലാണ്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴും പലതും കേൾക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ മൈൻഡ് ഇപ്പോൾ അറ്റൻറ്റീവാണ്. ഏതില്? പലതിലും. നേരെ കോൺസെൻട്രേറ്റീവ് ആകുമ്പോഴാണ് എൻ്റെത് എന്താക്കുക? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? ആ ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനുമായി മാറുമ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന തലത്തിലേക്ക് ഉയരുക. നമ്മളൊക്കെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നത് എപ്പോഴും രക്ഷിതാക്കൾ എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. രക്ഷിതാക്കൾ എന്ന് കൈവയ്ക്കാട്ടെ. രക്ഷിതാക്കളെ ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അത്യാവശ്യമുണ്ട്. രക്ഷിതാക്കളെ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയാൻ. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ആണ് ഏറ്റവും ടോപ്പ്. അതിന് വേണമെങ്കിൽ കുട്ടികളൊന്ന് കൈയടിച്ചോളി. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഏറ്റവും ടോപ്പാണ്. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മളെ മക്കളാണോ അല്ലേ? ടീച്ചേഴ്സിന് വരെ പേടിയാണ്. ഞാൻ കേരളത്തിൽ പ്രശസ്തമായ ഒരു കോളേജിൽ പോയപ്പോൾ ഒരു PhD കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കുട്ടികളുടെ ഇടയിൽ പോകാൻ പേടിയാണ്. കാരണം അവരെല്ലാവരും ടോപ്പ് റേഞ്ചിൽ ഗൾഫിൽ നിന്നൊക്കെ പഠിച്ചു വന്ന് ടോപ്പ് ഇംഗ്ലീഷിൽ വന്നിരിക്കുക. ഞങ്ങൾ ഈ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ സബ്ജക്റ്റ് മാത്രം ഇങ്ങനെ പറയുന്ന ആൾക്കാരായതുകൊണ്ട് വേണ്ട രീതിയിൽ അവരോട് പിടിച്ചിക്കാൻ പറ്റുന്നില്ല എന്നോട്. കാരണം സാറന്മാരെക്കാളും മുകളിലാണ് ഇപ്പോൾ കുട്ടികളുടെ ആ ഒരു ഹൈനസ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു?
അവരവിടെ ബ്രെയിനെ സ്കാറ്റേഡ് ആക്കി കൊണ്ടുപോവാണ് അല്ലേ? നമ്മളിങ്ങനെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഒരു സെൽഫി എടുക്കണം, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ശ്രദ്ധ പോകുമ്പോൾ എന്താകും? ഞാൻ അങ്ങനെ പറയില്ല, നിങ്ങൾ എന്നെ ഒരു മഠേനെന്ന് വിളിച്ചോളൂ, മണ്ടനെന്ന് വിളിച്ചോളൂ. 56 രാജ്യത്ത് ഞാൻ പോയി, ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നുവരെ ഇട്ടിട്ടില്ല. ബക്കിംഗ്ഹാം പാലസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഞാനും E.T. മുഹമ്മദ് ബഷീർ സാബും കൂടി നമ്മൾ ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു എല്ലാ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാനിതെവിടെയും പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ നമ്മൾ എടുക്കും കേട്ടോ. ഫോട്ടോ എടുക്കാതിരിക്കുക എന്നുള്ളൊരു വിഡ്ഢിത്തായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ഫോട്ടോ എടുക്കും. ഇതുവരെ ഞാൻ ഇന്നടുത്തുനിന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിട്ട്, അതല്ല സംഭവം. ലോകമെന്ന് പറഞ്ഞാൽ, രാജ്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടമെന്ന് പറഞ്ഞാൽ ഇതല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കലല്ല പ്രധാനം നമ്മൾ ഉയർന്നേ പോകലാണ്. ആ ഉയർന്നു പോകുന്ന പോക്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന രീതിയിൽ പോയൊരു മനുഷ്യന്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച്. അത് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഏകദേശം 10-25 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വിടുന്നു. ആ ഉമ്മ വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, നിങ്ങൾ ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല. ഉമ്മ പറയുന്ന ഒരൊറ്റ കാര്യതയേ ഉള്ളൂ, മോനെ ഞാൻ നിന്നെ അനാഥമായിട്ടാണ് വളർത്തിയത്, അനാഥമായിട്ട്. അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ഒരിക്കലും എന്താക്കരുത്, നീ പഠിച്ച പാഠങ്ങൾ മറന്നു പോകരുത്. നീ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിയാണ്. അതോടൊപ്പം തന്നെ നീ കുറെ കിതാബുകൾ ഓതി പഠിച്ച കുട്ടിയാണ്, മൗലാനയാണ്. അതുകൊണ്ട് നീ അവിടെ പോകുന്ന സമയത്ത് അതിമനോഹരമായി അവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ, അവിടുത്തെ സംസ്കാരം കാണുമ്പോൾ അത് ലയിച്ചു പോകരുത്. കാരണം നീ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ലോകത്തിലെ അന്നത്തെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ്. അതിന്ന് പിരിഞ്ഞു വന്നിട്ടാണ് കാംബ്രിഡ്ജ് ഉണ്ടായത്. കാംബ്രിഡ്ജ് പിന്നീട് ഉണ്ടായതാണ്. ഓക്സ്ഫോർഡ് അന്നത്തെ ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠിക്കാൻ വേണ്ടി നീ പോകുമ്പോൾ അവിടുത്തെ സംസ്കാരത്തോട് നീ യോജിക്കരുത്. പകരം ഞാൻ നിന്നെ പഠിപ്പിക്കുമ്പോഴേക്ക് തഹജ്ജുദ് നിസ്കാരം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തഹജ്ജുദ് എന്ന് പറഞ്ഞിട്ട് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ളൊരു നിസ്കാരമാണ്. ഏകദേശം ഇപ്പോഴത്തെ സമയം പറഞ്ഞൊരു 4 മണി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു 3:30 എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു പ്രവണത നിനക്കുണ്ടാകണം. എന്നിട്ട് ഉമ്മ പറഞ്ഞത് എന്താ? മരം കോച്ചുന്ന തണുപ്പത്തും നീ അത് നിർത്തരുത് എന്നാണ്. മരം കോച്ചുന്ന തണുപ്പത്തും. അദ്ദേഹത്തിന്റെ റൂമിലുണ്ടായിരുന്ന ഖമറുദ്ദീൻ എന്ന് പറയുന്ന കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, 4.5 വർഷത്തോളം എൻ്റെ റൂമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാതിരാവിലെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുക എന്ന്. ഞാൻ ഒരാളെ ഹൈലൈറ്റ് ചെയ്ത് പറയില്ല, പക്ഷെ ചരിത്ര പുരുഷന്മാരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഏതായിരുന്നാലും ശരി, അദ്ദേഹം പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുന്നു. ഗാന്ധിജി അടക്കം വന്ന് ജയിലിലാണ്. രംഗം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യ എന്ന മഹാരാജ്യം, അതും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ, മഹാഭാരത് എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. അന്ന് ഗാന്ധിജി അടക്കമുള്ളവർ ജയിലിലാണ്. ആ ജയിലുള്ള ഗാന്ധിജി അടക്കമുള്ളവരെ നേരെ എന്താക്കുന്നു? ഇറക്കുന്നു. കാരണം ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയാണ്. അവസാനം ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ബ്രിട്ടനിലേക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടിയുള്ള സംസാരത്തിന് വേണ്ടി ആളുകളെ വിടുന്ന കൂട്ടത്തിൽ അതിമനോഹരമായി അവിടെ പ്രസംഗിക്കാൻ ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയെയും വിടുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1931, 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1931 ബക്കിംഗ്ഹാം പാലസിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് വിടുന്ന പ്രതിനിധികളിൽ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട കീനോട്ട് അഡ്രസ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിന്റെ മതാചാര പ്രകാരമാകട്ടെ, എന്നാലും ബോംബെയിൽ നിന്ന് കപ്പൽ കയറും. അന്ന് കപ്പലിലാണ് പോവുക ബ്രിട്ടനിലേക്ക്. ആ പോകുന്ന സമയത്ത്, കാരണം 38 ഫ്ലൈറ്റൊക്കെ എങ്ങനെ ഏതായത് തുടങ്ങിയതും പിന്നീട് അതൊക്കെ വന്നത്. അതുകൊണ്ട് അതിനു മുമ്പേ ഷിപ്പിലുള്ള യാത്രയിൽ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നേതാക്കന്മാര്, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? ഇതേപോലെ തന്നെ ഈ തൊപ്പിയും പിന്നെ എന്താ പറയാ, വലിയ കോട്ടുമൊക്കെ ഇട്ടിട്ട് പോകുമ്പോ, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ്? നിങ്ങൾ അവിടെ പോയി പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ്? ആ സമയത്ത് തന്റെ പോക്കറ്റിന്റെ ഈ കീശയിൽ നിന്ന്, കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് മെല്ലെ ചെറിയ ഖുർആന്റെ പതിപ്പ് ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞ വാക്ക്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ. ഇതാണ് എന്റെ മാനിഫെസ്റ്റോ. ഇതിലുള്ളതാ പറ, ജസ്റ്റിസിനെ കുറിച്ച്, മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെയായിരിക്കും ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പോവാണ്. ആ പോക്ക് പോയിട്ട് ഇന്നേ വരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാത്തൊരു മനുഷ്യന്റെ പേര് കൂടിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. 1931 പോയതാ, 2025 തിരിച്ചു വന്നിട്ടില്ല. അതിലടക്കം എന്ത് സംഭവിച്ചു നിങ്ങൾ പഠിക്കണം. അലി സഹോദരന്മാർ എന്ന്, അലി ബ്രദേഴ്സ് എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചു വിടുമ്പോൾ, വെറും ഒരു പാരഗ്രാഫായിട്ട് പഠിപ്പിച്ചു വിടുമ്പോൾ
നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനെ കുറിച്ച്. അതുപോലെയുള്ള ആളുകളായി മാറാനാണ് സത്യത്തിൽ അന്ന് മന്നാനിയ എന്ന് പറയുന്നത് തുടക്കം കുറിച്ചത്. അതുപോലെ എല്ലാവരും ആവണമെന്നല്ല. ഓരോരുത്തർ ഇപ്പൊ ശ്രീനാരായണ ഗുരു എത്ര മനോഹരമായി ഈ ലോകത്തിനെ വാർത്തെടുത്തു, അല്ലെങ്കിൽ കേരളത്തെ വാർത്തെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ദ നമ്പർ 1 കരിയർ ഇൻ ദിസ് വേൾഡ്. ഒന്ന് പറഞ്ഞട്ടെ കുട്ടികളെ, ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാ? ഡോക്ടറാണോ? അല്ല. എഞ്ചിനീയർ ആണോ? അല്ല. സിവിൽ സർവീസ് ആണോ? അല്ല. സയന്റിസ്റ്റ് ആണോ? അല്ല. ലോകത്തിലെ നമ്പർ 1 കരിയർ ഏതാണെന്നറിയോ? മന്നാനിയ കോളേജിലെ കുട്ടികൾ ഇന്നെങ്കിലും അതൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുക. സെർച്ചിങ് അല്ല, റിസർച്ച്. സെർച്ച് വേറെ, വെറുതെ സെർച്ച് ചെയ്തുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അത് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. AI റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ സെർച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ റിസർച്ച് തന്നെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മറുപടി കിട്ടും. നമ്പർ 1 കരിയർ ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സോഷ്യൽ റിഫോമർ എന്നതാണ്. സമൂഹത്തെ വാർത്തെടുക്കുന്ന മനുഷ്യരെയാണ് സോഷ്യൽ റിഫോമർ എന്ന് പറയാം. അപ്പൊ ആ സോഷ്യൽ റിഫോമേഴ്സ് ആകല. അയാൾ ഡോക്ടർ ആകാം ഒരു പക്ഷേ, അയാൾ എഞ്ചിനീയർ ആകാം ഒരു പക്ഷേ, അയാൾ കലക്ടർ ആകാം ഒരു പക്ഷേ, അയാൾ ഒരു പക്ഷേ സയന്റിസ്റ്റ് ആകാം. APJ അബ്ദുൽ കലാം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആയിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. പറഞ്ഞു മനസ്സിലുണ്ടോ നിങ്ങൾക്ക്? കേരളം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിയമസഭ കൊണ്ടുവന്നു. ശ്രദ്ധിക്കണേ, നിയമസഭ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതിഥിയായി കൊണ്ടുവന്നു. ഹെലിപ്പാഡുകൾ ഉണ്ടാക്കി, ബാരിക്കേഡുകൾ ഉണ്ടാക്കി, മിലിറ്ററികൾ നിരന്നു. കാരണം അദ്ദേഹം ടെക്നിക്കൽ സയന്റിസ്റ്റ് ആണ്, മിസൈൽ മാനാണ്, അതോടൊപ്പം വന്ന് പ്രസിഡന്റും കൂടിയാണ്. Z കാറ്റഗറി പ്രൊട്ടക്ഷൻ. Z കാറ്റഗറി പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് വരികയാണ്. അന്ന് നിയമസഭക്ക് കൊടുത്തത് വെറും 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. നിയമസഭക്ക് കൊടുത്തത് 20 മിനിറ്റ്. പക്ഷേ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തെ നിങ്ങളുടെ സ്കൂളിന് സമയം കൊടുത്തത് 3 മണിക്കൂർ, അതും അൺഒഫീഷ്യലായിട്ട്. അന്ന് കൂടെ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന ബ്ലാക്ക് ആക്ട്സ് പ്രൊട്ടക്ഷൻ, ആ ആളുകളൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. കാരണം കുട്ടികൾക്കിടയിലൂടെയായിരുന്നു അന്ന് APJ അബ്ദുൽ കലാം നടന്നത്. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന പദത്തേക്കാൾ അധ്യാപകൻ എന്ന് പറയുന്ന പദത്തിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ടീച്ചേഴ്സിന്റെ സ്ഥാനം എല്ലാ പ്രസിഡന്റുമാരുടെയും അപ്പുറത്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോഴേ അധ്യാപകനെ മാനിക്കാൻ നമുക്ക് പറ്റൂ. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ആദരവ് പിടിച്ചു വാങ്ങുന്ന ആൾക്കാർ സത്യത്തിൽ ഫോഴ്സ്ഫുള്ളി അല്ലാതെ അത് അധ്യാപകരാണ്. ആണോ അല്ലേ? നിങ്ങൾ പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണമെന്നില്ല, ഞങ്ങളെ ടീച്ചർമാരോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നേ. ടീച്ചേഴ്സ് അതാണ്. നിങ്ങൾ ഭാവിയിൽ കളക്ടറായെന്ന് വിചാരിക്കുക. ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായിട്ട് ഇരിക്കുക, ഡിസ്ട്രിക്ട് കളക്ടർ. ആ സമയത്ത് ഫയലുകൾ ഇങ്ങനെ ഒപ്പുവെക്കാൻ. ഡോക്ടേഴ്സ് കടന്നു വരുമ്പോഴും മേ ഐ കമിൻ സർ എന്ന് ചോദിക്കണം. എഞ്ചിനീയേഴ്സ് കടന്നു വരുമ്പോഴും ചോദിക്കണം. വേണോ വേണ്ടേ? വേണം. ആര് കടന്നു വരുമ്പോഴും ചോദിക്കണം. കാരണം അദ്ദേഹം പ്രോട്ടോകോൾ അനുസരിച്ച് ഒരുപാട് മേലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് LKGയിലോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ പഠിപ്പിച്ച അധ്യാപകൻ എങ്ങനെ കടന്നു പോകാമെന്ന് വിചാരിക്കും. ഏതോ ഒരു നാരായണൻകുട്ടി സാറ്. കളക്ടർ പറയാണ്, എൻ്റെ അധ്യാപകനാണ് പോണത്, വിളിക്കുന്നത്. സാറ് പറഞ്ഞ ഉടനെ തന്നെ നേരെ സ്റ്റാഫ് പോയിട്ട് പറയും, സാറേ നിങ്ങളെ സാറ് വിളിക്കുന്നു. ഇതിൽ ആരാ ഏറ്റവും വലിയ സാറ് എന്ന് തന്നെ കൺഫ്യൂഷനാണ് കുട്ടിക്ക്. സാറേ നിങ്ങളെ സാറ് വിളിക്കുന്നു. അങ്ങനെ സാറിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ പിന്നെ അവിടെ ഇരിക്കില്ല, മെല്ലെ എഴുന്നേൽക്കും. ഒരു ഡോക്ടറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത, എഞ്ചിനീയറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത, ഈവൻ സയന്റിസ്റ്റിനെ കണ്ടാൽ പോലും എഴുന്നേൽക്കാത്ത കളക്ടർ ഒരു ഉദാഹരണം പറയാണ്. തൻ്റെ അധ്യാപകനെ കാണുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് ആൾക്കൂട്ടത്തിൽ വെച്ച്, അപ്പോഴേക്കും കളക്ടറേമാൻ്റെ അധ്യാപകൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട്, ജസ്റ്റ് ഇങ്ങനെ ചുമലിൽ തട്ടിയിട്ട്, പോട്ടടാ മോനെ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അവന്റെ പേരാണ് അധ്യാപകൻ. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ടീച്ചേഴ്സ്. അതാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ഒരു അധ്യാപകനായിട്ടായിരുന്നു അന്ന് APJ അബ്ദുൽ കലാം നിന്ന്. അതുകൊണ്ടാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കിത് വലിയൊരു കാര്യമായിട്ട് ഒരു പക്ഷേ തോന്നി, എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാര്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ 87ാമത്തെ വയസ്സിൽ, അപ്പുറത്തിരിക്കുന്ന തൊടിയൂർ ഉസ്താദ്, ഇവരൊക്കെ ഇത് കാണുമ്പോൾ ഇവരിത് തുടങ്ങി വെച്ചിട്ടുണ്ട്. റിഫോമേഷൻ ചെറുതെങ്കിലും ചെറുത്. ആ റിഫോമേഷന്റെ ഭാഗമായിട്ടാണ്. അവരും ഒരുപാട് കുട്ടികൾ പഠിച്ചു പോയി. ഇവിടത്തെ കുട്ടി, ഞാനൊരിക്കൽ ഇതേപോലെ തന്നെ 2-3 തവണ പോയിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ. അവിടെ ഒരിക്കൽ ഇവിടെ മന്നാനിയയിൽ പഠിച്ചിട്ടൊരു കുട്ടിയായിരുന്നു അവിടെ അന്ന് പ്രിൻസിപ്പളായിരുന്നത്. മന്നാനിയയിലെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ഷാജില അല്ലേ? ഇവിടെ പഠിച്ച കുട്ടി അവിടെ പ്രിൻസിപ്പൾ. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്യാമ്പസ്, നിങ്ങൾ പറയുന്ന മമ്മൂട്ടിയും എല്ലാവരും പഠിച്ചിട്ടുള്ള ക്യാമ്പസിന്റെ പ്രിൻസിപ്പളാണ്. ഇവിടെ പഠിച്ച കുട്ടിയായിരുന്നു മന്നാനിയൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, സോഷ്യൽ റിഫോമർ, അത് അധ്യാപകനാകാം, പലതും ആകാം. സമൂഹത്തെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും ടോപ്പ് റേഞ്ച്. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം പോകുന്നു. അവിടെ പോകുമ്പോൾ 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് അന്നാര്? ജോർജ്. രംഗം വെറുതെ ഒന്ന് കണ്ടു നോക്കും. ബക്കിംഗ്ഹാം പാലസ് എന്ന് പറഞ്ഞ വലിയ കൊട്ടാരാണ് കേട്ടോ. അതിന്റെ ഹാള്
ഈ ലോകത്തിലെ എന്തും ആളുകൾക്ക് വില കൊടുത്തു വാങ്ങാം. എന്നാൽ എലോൺ മാസ്കിന് പോലും വാങ്ങാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയുടെ പേരാണ് ബക്കിംഗ്ഹാം പാലസ്. കാരണം അത് അതിൻ്റെ ആധാരം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല. 1000 വർഷം കഴിഞ്ഞാലും ഒരു എലോൺ മാസ്കിനും വാങ്ങാൻ പറ്റാത്ത ഒരു പാർലമെന്റ് ഹാളിന്റെ പേരാണ് ബക്കിംഗ്ഹാം പാലസ്. അതിൻ്റെ അകത്ത് നിന്ന് ബ്രിട്ടീഷ് റൂളേഴ്സ് ഭരിച്ചിരുന്ന ബക്കിംഗ്ഹാം പാലസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അതിന്റെ സീറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കണേ. വെറുതെ ഒന്ന് കണ്ടുനോക്കിയാട്ടെ മനസ്സിലൊന്ന്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്ക്, എനിക്ക് തരണം നിങ്ങൾ എന്ത്, ജസ്റ്റ് കുറച്ച് മിനിറ്റുകൾ എനിക്ക് സംസാരിക്കാൻ. ജോർജിന് മനസ്സിലായി. ജോർജ് എന്ന് പറഞ്ഞാൽ 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അതുകൊണ്ട് ജോർജിന് മനസ്സിലായി ഇയാൾ ഇവിടെ ആകെ കസറുന്നു. കാരണം ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയാണ്, അപാരമായി പ്രസംഗിക്കുന്ന ആളാണ്, ഭാഷാ പണ്ഡിതനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓക്സ്ഫോർഡിന്റെ എഡിറ്റർ കൂടിയായിരുന്നു, സ്റ്റുഡന്റ് എഡിറ്റർ ആ പഠിച്ചിരുന്ന കാലത്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ പറയാണ്, നിങ്ങൾക്ക് 5 മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു, ഓൺലി 5 minutes. I am the representative of 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അന്ന് ഇന്ത്യയിൽ 32 കോടി ജനങ്ങളാണ്, ഏകദേശം കാനേഷുമാരി കണക്ക്. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ, എന്നിട്ട് എനിക്ക് 32 മിനിറ്റ് തരണം എൻ്റെ ഇന്ത്യയുടെ കാര്യം പറയാൻ. നമ്മുടെ ഇന്ത്യയുടെ, നമ്മളൊക്കെ സ്വാതന്ത്ര്യം കാട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. പഴയ കാലത്ത് എങ്ങനെയാ, പാവപ്പെട്ടവർ കുമിഞ്ഞു കൊടുക്കണം, ബ്രിട്ടീഷുകാർ അവന്റെ പുറത്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. ഏതിൽ നിന്ന്? ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണം. പഴയത് വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ കുമിഞ്ഞു നിന്ന് കൊടുക്കണം. എന്നിട്ട് ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ത്യക്കാരന്റെ ചുമലിൽ ചവിട്ടിയിട്ട് ആ ബ്രിട്ടീഷുകാർ ഇറങ്ങുക. മനസ്സിലായിട്ടുണ്ടോ? ആ സ്വാതന്ത്ര്യം, അതിൽ നിന്നൊക്കെ മോചിതമാകുന്ന സ്വാതന്ത്ര്യം, അത് നേടിയിട്ടേ പോണേ. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. 32 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അനുവദിച്ചു കൊടുക്കുന്നു. തന്റെ 17ാമത്തെ മിനിറ്റ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വ്യത്യസ്ത മതാചാരക്കാർ വിരിക്കുമ്പോൾ അവനവന്റെ മതത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി സ്നേഹനിധിയോടുകൂടി ആകണം നമ്മൾ എന്ന് പറയാൻ 17ാമത്തെ മിനിറ്റിൽ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് ദാറ്റ്, എന്റെ സ്നേഹഭാജനമായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് പറയാണ്, സ്റ്റോപ്പ് ദേർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഈ ഹാളിൽ ആ മനുഷ്യന്റെ പേര് പറയരുത്. അങ്ങനെ മതപരമായി പറയാനുള്ള ഹാളല്ല ഇത് എന്ന് വാശിയോടെ പറയുമ്പോ തന്റെ മേശയിൽ കൈകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. മുഹമ്മദ് അലി ജൗഹർ, ബ്രിട്ടീഷുകാർ പോലും എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. പക്ഷേ മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്നാണ്. ആ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. അവിടുന്ന് ഓക്സ്ഫോർഡ്, പഴയ വിദ്യാർത്ഥി എന്ന നിലക്ക് ഓക്സ്ഫോർഡിന്റെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് 2-3 വസിയത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്നു. ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് നോക്കിയാട്ടെ. ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ട് തന്റെ ജീവിതം അസ്തമിച്ചു പോയ ഒരാളെ ഉള്ളൂ, അത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ഒരേ ഒരു മനുഷ്യൻ പ്രസംഗത്തിൽ കുഴഞ്ഞു വീണ് അവസാനം ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുന്ന് വഴിമധ്യേ മരിക്കുമ്പോ ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, ബിക്കോസ് they are waiting for me, അവരെന്നെ കാത്തിരിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരെ അടക്കം ചെയ്ത ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ജെറൂസലമിന്റെ ഭാഗത്തിലേക്ക് അഥവാ ഫലസ്തീന്റെ ഭാഗത്തിലെ ആ പള്ളിയിൽ കൊണ്ടുപോയി എന്നെ അടക്കം ചെയ്യണമെന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിൽ പോയിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് ഫലകത്തിൽ, here was buried Mr. Maulana Muhammad Ali Jauhar, is the gems of the history of India. ഇന്ത്യ ചരിത്രത്തിന്റെ രത്നമെന്നറിയപ്പെടുന്ന ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന്. ദാറ്റ് ഈസ് സോഷ്യൽ റിഫോർമേഷൻ. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി. അതായിരിക്കണം ഒരു വിദ്യാർത്ഥി. ഓക്സ്ഫോർഡിന്റെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി, ഉദാഹരണത്തിന്, ഞാനൊരു പാർട്ടിയെ പറ്റി പറയല്ല, ഇന്ദിരാഗാന്ധി പഠിച്ചതും ഇതേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഭരണതന്ത്രങ്ങൾ മാറ്റുമ്പോൾ ചില പിഴവുകൾ വന്നിട്ടുണ്ടാകാം, എനിക്കറിഞ്ഞുകൂടാ. ചരിത്രം കുറച്ച് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു നമുക്ക്, ചിലപ്പോൾ അടിയന്തരാവസ്ഥകളൊക്കെ വരുമ്പോൾ. പക്ഷെ ഇന്ദിരാഗാന്ധി ഇവിടെയാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധി ഈ ഒരു മാസ്മരികതയിലാണ് വളർന്നത്. അയൺ ലേഡി എന്ന്, കഴിഞ്ഞ 1000 വർഷത്തിനിടെ ഒരു ലേഡി എന്ന് പറയപ്പെടുന്ന ലേഡിയായി ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നതും ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ്.
ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്, ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അപ്പുറത്ത് നെഹ്റു പഠിച്ചതാണ് കേംബ്രിഡ്ജ്. അതിലാണ് ആരും പഠിച്ചതും അല്ലാമ ഇക്ബാലും പഠിച്ചത്. അതിലാണ് അമർത്യ സെൻ പഠിച്ചത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്റലക്ച്വലി ടോപ്പ് റേഞ്ചിലേക്ക് എത്തി ഇത്തരം ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്ക്. ഇത്തരം ക്യാമ്പസിലേക്ക്, ആ ഒരു ക്യാമ്പസിന്റെ മാസ്മരികതയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന മന്നാനിയ കുട്ടികളോട് ഞാൻ പറയാം, കാരണം അവിടെ ഓരോ ആളുകളും അങ്ങനെയാണ്. നമ്മളവിടെ ക്യാമ്പസിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തൊരു രസം ഉണ്ടാവുന്ന 150 രാജ്യത്തെ കുട്ടികളെ ഞങ്ങളെ ഫ്രണ്ട്സ്. പക്ഷേ മര്യാദയോട് കൂടിയിട്ട് പോകണം. മര്യാദ ഉള്ളവരവിടെ എത്തുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരാൾക്കും ഒരാളോടും ദേഷ്യം ഉണ്ടാവില്ല, ഒരു മതക്കാരോടും ഒരു പുച്ഛം ഉണ്ടാവില്ല. തന്നെ നിങ്ങൾ ഈ പറയുന്ന മണ്ണാങ്കട്ട പ്രണയത്തിനൊന്നും അവരോട്ട് കിട്ടൂല. കാരണം അവർ ലോകത്തിന്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിനൊന്നും അവർക്ക് സമയം കിട്ടൂല. അവർ പോകും അപ്പുറത്തേക്ക്, ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോലും മറന്നു പോകും അവര്. അത് ആവരുതെന്ന് മാത്രം. രാഹുൽ ഗാന്ധി അവിടെ പഠിച്ചതാണ്, ഞാൻ പാർട്ടി പറയല്ല. രാഹുൽ ഗാന്ധി ഇതേ കോളേജിലാണ് പഠിച്ചത്. ഇവരൊക്കെ പഠിച്ച കോളേജിലാണ് അവരും പഠിച്ചത്. ഈ നെഹ്റുവും ഇവരൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിനെ പറയല്ല. സ്വഭാവത്തിൽ, ജീവിതത്തിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രസരിപ്പിൽ അങ്ങനെ കൈമാറും നമ്മൾ. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം.